ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ ദൃശ്യമായത് മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാൺപൂരിൽ 47,573 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. 4 മരണം. ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. അടുത്ത മാസം 15 നടക്കാനിരിക്കുന്ന നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 47,573 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 15 വൻ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ചുന്നിഗഞ്ചിനും നയാഗഞ്ചിനും ഇടയിലുള്ള കാൺപൂർ മെട്രോയുടെ പുതിയ ഇടനാഴിയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ദൃശ്യമായത് മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്താണെന്നും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ പതിച്ച് ശത്രു താവളങ്ങൾ തകർത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ऑपरेशन सिंदूर में दुनिया ने भारत के स्वदेशी हथियारों और मेक इन इंडिया की ताकत भी देखी है. हमारे ब्रह्मोस मिसाइल ने दुश्मन के घर में घुसकर तबाही मचाई है. ये ताकत हमें आत्मनिर्भर भारत के संकल्प से मिली है. നമ്മുടെ സായുധ സേനയുടെ വീര്യവും ധൈര്യവുമാണ് പാകിസ്ഥാനെ വെടിനിർത്തലിനായി യാചിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയുടെ AI ദൌത്യത്തിൽ വലിയ വളർച്ചയാണ് കൈവരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ AI മിഷൻ മെയ്ക്ക് AI ഇന്ത്യ മെയ്ക്ക് AI ഫോർ ഇന്ത്യ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യയുടെ ജനകീയവൽക്കരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യ ചുരുക്കം ചിലരുടെ കൈകളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് പ്രാപ്യമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പാക് ഷെല്ലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന നിയന്ത്രണ രേഖയിലെ ജനങ്ങൾക്ക് പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിലവിലുള്ള 90,000 ഭൂഗർഭ ബങ്കറുകൾക്ക് പുറമെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്ത ശേഷം പൂഞ്ച് പട്ടണത്തിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇരകളുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും श्री शाह व्यक्तमाकी. कई लोगों के घरों की क्षति हुई है, कई व्यापारी स्थानों की क्षति हुई है. LG साहब ने बताया कि जम्मू कश्मीर सरकार ने नॉर्म्स के हिसाब से सहायता कर दी, परंतु व्यापारी स्थानों और रिहायशी इलाकों में जो क्षति हुई है आने वाले कुछ ही दिनों में भारत सरकार भी इसके लिए एक पैकेज लेकर आएगी. പ്രതിരോധ രംഗത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന 3 കമ്പനികൾക്ക് കൂടി മിനി രത്ന കാറ്റഗറി 1 അംഗീകാരം നൽകിയതായി പ്രതിരോധ മന്ത്രാലയം. അംഗീകാരം ലഭിച്ച മ്യൂണിഷൻ ഇന്ത്യ ലിമിറ്റഡ്, ആംഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് എന്നീ കമ്പനികളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വളരെ ചുരുങ്ങിയ കാലയളവിൽ മികച്ച ലാഭമുണ്ടാക്കിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേട്ടം കൈവരിച്ചത്. 22ാമത് ഷാങ്ഗ്രില സംഭാഷണത്തിന് സിംഗപ്പൂരിൽ തുടക്കമായി. പരിപാടിയിൽ പങ്കെടുക്കുന്ന സംയുക്ത സൈനിക സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ നിരവധി പ്രധാന പ്രതിരോധ ഉദ്യോഗസ്ഥരുമായും സൈനിക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ന് ആരംഭിച്ച പരിപാടി ഞായറാഴ്ച വരെ തുടരും. ലോകമെമ്പാടുമുള്ള സൈനിക മേധാവികൾ, നയരൂപീകരണ വിദഗ്ധർ, നയതന്ത്ര വിദഗ്ധർ തുടങ്ങിയവർ ആഗോള പ്രാദേശിക സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒത്തുചേരുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര ഫോറമാണ് ഷാങ്ഗ്രില ഡയലോഗ്. ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ധാരണയിൽ വന്ന അനുകൂലമായ മാറ്റം പോലെ ലോകത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സാംസ്കാരികമായും ചരിത്രപരമായും സമ്പന്നമായ രാജ്യമാണെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ അറിവും ജ്ഞാനവും നേടാൻ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
അടുത്ത മാസം 15 നടക്കാനിരിക്കുന്ന നീറ്റ് PG പരീക്ഷ 2 ഷിഫ്റ്റുകളിൽ നടത്തുന്നതിന് പകരം ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. ദേശീയ പരീക്ഷാ ബോർഡിന് കോടതി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. പരീക്ഷ ഒറ്റ ഷിഫ്റ്റായി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് വിക്രം നാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നീറ്റ് PG പരീക്ഷ 2 ഷിഫ്റ്റായി നടത്താനുള്ള തീരുമാനത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 6.5% GDP വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ GDP വളർച്ച 7.4%-ലെത്തിയെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം അറിയിച്ചു. ഇക്കാലയളവിൽ പൊതുഭരണം, പ്രതിരോധം, മറ്റ് സേവന മേഖലകൾ 8.9% വളർച്ചയാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിൽ മഴക്കെടുതിയിൽ 4 പേർ മരണമടഞ്ഞു. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന ജില്ലകളിൽ നദീതീരത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും മുൻകരുതൽ സ്വീകരിക്കണം. കോട്ടയം, കൊല്ലം ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രി കെ രാജൻ. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിൽ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൂടെയുള്ളവ ഒഴിവാക്കണമെന്നും അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിലെ ചന്ദ്രഗിരി പുഴയും ചിത്താരി പുഴയും കരകവിഞ്ഞൊഴുകി തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. അതിശക്തമായ മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. കാസർഗോഡ് തെക്കിൽ ദേശീയപാത മഴവെള്ളപ്പാച്ചിലിൽ 3/4 ഭാഗവും തകർന്നു. മധുവാഹിനി പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഊർജിതമായ തിരച്ചിൽ തുടരുകയാണ്. കാഞ്ഞങ്ങാട് ഉദുമയിൽ റെയിൽപാളത്തിൽ മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. മോഗ്രാൽ, നീലേശ്വരം, ഉപ്പള നദികളിൽ ഓറഞ്ച് അലർട്ടും കാരിങ്കോട് പുഴയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്നലെ നടന്ന ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. എലിമിനേറ്ററിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ നേരിടും. ജൂൺ 3-നാണ് ഫൈനൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM-ന്റെ M. സ്വരാജ് മത്സരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മുൻ MLA ആയിരുന്ന M. സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്താണ് രംഗത്തുള്ളത്. രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിൽ ആദ്യമായി 17 വനിതാ കേഡറ്റുകളടങ്ങുന്ന ആദ്യ ബാച്ച് ഓഫീസർ പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി. ഇതോടൊപ്പം 300-ലധികം പുരുഷ കേഡറ്റുകളും പരിശീലനം പൂർത്തിയാക്കി. പൂനെയിലെ ഖേദർപാൽ മൈതാനിയിൽ നടന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 148ാമത് പാസിംഗ് ഔട്ട് പരേഡിലാണ് കേഡറ്റുകൾ സേനയുടെ ഭാഗമായത്. ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 182 പോയിന്റ് കുറഞ്ഞ 81,451-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 82 പോയിന്റ് നഷ്ടത്തിൽ 24,750-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ധൂരിൽ ദൃശ്യമായത് മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാൺപൂരിൽ 47,573 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. 4 മരണം. ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. അടുത്ത മാസം 15 നടക്കാനിരിക്കുന്ന നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.